everyone, welcome back to Manjupolari Family Vlogs. Manjupolari Family Vlogsന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജീന, നിങ്ങളുടെ സ്വന്തം മഞ്ഞു. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നുണ്ടല്ലോ, കുറേ ദിവസങ്ങളായിട്ട് കുറച്ചധികം ആളുകളായിട്ട് എന്നോട് ചോദിക്കുന്ന ഒരു സംശയം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മുടെ ചാനൽ എന്ന് പറയുന്നത് കുഞ്ഞു ചാനലാണ്. ഓൾമോസ്റ്റ് 8.5 സംതിങ്, ഒരു 9Kയിലേക്ക് അടുത്ത് വരുന്ന ഒരു കൊച്ചു ചാനലാണ് മഞ്ഞുപോലൊരു ഫാമിലി വ്ലോഗ്സ്. ഈ ചാനൽ മോണിയായി തന്നെ ലൈവ് ചെയ്തുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട്. നമ്മുടെ ചാനലിൽ നമ്മൾ ഷോർട്സ് ചെയ്യാറുണ്ട്, ലോങ് വീഡിയോസ് ചെയ്യാറുണ്ട്. പക്ഷേ നമ്മുടെ ചാനൽ റീസ്റ്റാർട്ട് ചെയ്ത് വളരെ കുറച്ച് നാൾക്കുള്ളിൽ തന്നെ നമ്മുടെ ചാനൽ മോണിയിലേക്ക് എത്തിയത് ലൈവ് ഒന്നുകൊണ്ട് മാത്രമാണ്. അപ്പം വളരെ കോൺഫിഡൻ്റ് ആയിട്ട് എപ്പോഴും ഞാൻ എല്ലാവരോടും സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ മോണി ലക്ഷ്യം വെച്ച് പോകുന്ന ചാനലുകാരാണെങ്കിൽ മാക്സിമം നിങ്ങളുടെ ഫ്രീ ടൈമിലെല്ലാം നിങ്ങൾ ലൈവ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ നമ്മൾ ലൈവ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. യൂട്യൂബിൽ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനകത്ത് എസ്പെഷ്യലി നമ്മൾ ലൈവ് ചെയ്യുമ്പോൾ കുറച്ചധികം കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പം അതിനെപ്പറ്റി എല്ലാം ഒന്നും ഞാൻ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പക്ഷേ നമ്മൾ യൂട്യൂബ് ലൈവ് ചെയ്യുന്ന സമയത്ത്, ലൈവ് സ്ട്രീമിംഗ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു ഫാക്റ്റാണ് നമ്മുടെ ലൈവിലെ മോഡറേറ്റർ എന്ന് പറയുന്നത്. ഈ ദിവസങ്ങളിൽ ഏറ്റവും അധികം കേട്ട് വരുന്ന കുറെ ഡൗട്ട്സ് ആണ്. ശരിക്കും എന്താണ് ഈ ബ്ലൂ ലൈവില്, യൂട്യൂബ് ലൈവില് എന്താണ് ബ്ലൂ, എന്താണ് മോഡറേറ്റർ, അതെങ്ങനെ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ആഡ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് അതെങ്ങനെ റിമൂവ് ചെയ്യാം, അങ്ങനത്തെ കുറേ കൺഫ്യൂഷൻസ് ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പം അതെങ്ങനെയാണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ശരിക്കും ഒരു മോഡറേറ്റർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചെയ്യുന്ന യൂട്യൂബ് ലൈവ് സ്ട്രീമിനെ നമുക്കൊപ്പം നിന്ന് സപ്പോർട്ട് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും അതിൻ്റെ ഒരു ഫ്ലോ നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകാനും നമുക്കൊപ്പം തന്നെ മുഖ്യ പങ്ക് വഹിക്കുന്ന ആൾക്കാരാണ് മോഡറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഞാനൊരു സാധാരണക്കാരിയായിട്ടൊരു വീട്ടമ്മയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ഒരു ചെറിയ കുട്ടിക്ക് വരെ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ ലൈവിൽ വരുന്ന ഒരാൾക്ക് ഒരു ഐഡിയോ ഒരു ചാനലോ ആരും ആയിക്കോട്ടെ, അവർക്ക് നമ്മളൊരു ബ്ലൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ, ബ്ലൂ കൊടുത്തവർ ബ്ലൂ കളറിലായി കഴിഞ്ഞാൽ അവർ നമ്മുടെ ചാനലിന്റെ മോഡറേറ്റേഴ്സ് ആയി. ആ മോഡറേറ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ലൈവിൽ വരുന്ന കമന്റ്സ് അവർക്ക് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം, ടൈം ഔട്ട് ചെയ്യാം, ഹൈഡ് ചെയ്യാം. ഈ ടൈം ഔട്ടും ഹൈഡും ഒക്കെ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ലൈവിൽ വരുന്ന ആളുകൾ, അത് ഐഡിയോ ചാനലോ ആരും ആയിക്കോട്ടെ, അവർ നമ്മുടെ ലൈവിൽ കുറെ സമയത്തേക്ക് വരാതിരിക്കാനുള്ള രീതിയിൽ ടൈം ഔട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ വേണമെങ്കിൽ 24 അവേഴ്സിലേക്കോ അല്ലെങ്കിൽ 5 മിനിറ്റിലേക്കോ 10 മിനിറ്റിലേക്കോ ഒക്കെ ടൈം ഔട്ട് കൊടുക്കാം. അത്രയും സമയം അവർക്ക് നമ്മുടെ ലൈവിൽ കമന്റ് ഒന്നും ഇടാൻ പറ്റില്ല. ഇനി ഹൈഡ് ആണ് കൊടുക്കുന്നതെങ്കിൽ നമ്മുടെ ചാനലിൽ അവർക്ക് എന്താ പറയാ, ആ ലൈവ് സ്ട്രീം കാണാനും പറ്റത്തില്ല, ഒരു കമന്റ് ഇടാനും പറ്റത്തില്ല, ആ ഒരു അവസ്ഥയായിരിക്കും. ടൈം ഔട്ട് ആണെങ്കിൽ അവർക്ക് ആ ലൈവ് കണ്ടോണ്ടിരിക്കാം, പക്ഷെ കമന്റ് ഇടാൻ പറ്റില്ല എന്നേ ഉള്ളൂ. ഏതാണ്? അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, ഒരു കമന്റ് ഡിലീറ്റ് ചെയ്യാനും ടൈം ഔട്ട് ചെയ്യാനും ഹൈഡ് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു പവർ നമ്മൾ ആ ബ്ലൂ കൊടുക്കുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാവും. അത് നമ്മൾ കൊടുക്കുന്നതാണ്, മനസ്സിലായോ? നമ്മൾ കൊടുക്കുന്നതാണ്. അപ്പോ ഈ പറയുന്ന ആളുകൾക്ക് ലൈവില് മാത്രമല്ല നമ്മുടെ വീഡിയോസിൽ കയറിയിട്ടാണെങ്കിലും കമന്റുകൾ റിമൂവ് ചെയ്യാനും ഒക്കെ ഉള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ബ്ലൂ എന്ന് പറയുന്നത് അത്രയും വലിയൊരു പവർ ഉള്ള ഒരു സംഭവം തന്നെയാണ്. ഈ ബ്ലൂ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും, കൊടുക്കാൻ പറ്റും. സ്റ്റാൻഡേർഡ് മോഡറേറ്റർ ആയിട്ടും ബ്ലൂ എന്ന് പറയുന്നതാണ് മോഡറേറ്റർ, മനസ്സിലായല്ലോ. സ്റ്റാൻഡേർഡ് മോഡറേറ്റർ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും, മാനേജിംഗ് മോഡറേറ്റർ ആയിട്ടും കൊടുക്കാൻ പറ്റും. മാനേജിംഗ് മോഡറേറ്റർ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി സുപ്പീരിയോറിറ്റി ഉള്ള ഒരാളാണ്, കുറച്ചുകൂടി ആൾ പവർഫുൾ ആണ്. ആൾക്ക് നമ്മുടെ ചാനലിലെ വീഡിയോസിനെയൊക്കെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു പവറൊക്കെ ഉണ്ടായിരിക്കും. അപ്പം എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ നിങ്ങൾ ആർക്കും ഈ മാനേജിംഗ് മോഡറേറ്റർ കൊടുക്കേണ്ട കാര്യം ഇല്ല. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും അത്രമേൽ വിശ്വാസമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ, നമ്മുടെ അഭാവത്തിൽ നമ്മുടെ ചാനൽ ഒന്ന് ഹാൻഡിൽ ചെയ്യണമെന്ന് നമുക്ക് തോന്നുന്നുണ്ട്, അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മാനേജിംഗ് മോഡറേറ്ററിനെ കൊടുക്കാം, കുഴപ്പമില്ല. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാൻഡേർഡ് മോഡറേറ്റർ കൊടുക്കേണ്ട കാര്യമേ ഉള്ളൂ. സ്റ്റാൻഡേർഡ് മോഡറേറ്റർ എല്ലാവർക്കും കൊടുക്കേണ്ട കാര്യമേ ഉള്ളൂ. പിന്നെ ഈ മോഡറേറ്റർ എന്തിനാണ് കൊടുക്കുന്നതെന്നൊരു ഡൗട്ട് പലർക്കും ഉണ്ട്, അറിയാത്ത പലർക്കും ഉണ്ട്. അതായത് മോഡറേറ്റർ എന്തിനാണ് ആളുകൾ, അല്ലെങ്കിൽ ബ്ലൂ എന്തിനാണ് ആളുകൾ ചോദിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചാനലായിട്ടുള്ള ആളുകളാണെങ്കിൽ, ഇപ്പൊ നമ്മൾ മഞ്ഞുപോലൊരു ഫാമിലി, നമ്മളൊരു ലൈവ് സ്ട്രീമിൽ പങ്കെടുക്കുന്നു, അവരുടെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നു. അവിടെ ഒരുപാട് ഇതുപോലെ നമ്മളെ പോലുള്ള ക്രിയേറ്റേഴ്സ് വരും, മറ്റുള്ള ചാനലുകാർ വരും. അപ്പൊ നമുക്ക് പരിചയമില്ലാത്തൊരു പുതിയ ചാനലിനെ കണ്ടാൽ അവരെ പരിചയപ്പെടുന്നതിനൊപ്പം ആ ചാനലിനോട് നമ്മളൊന്ന് കൂട്ടാവാനും, അതുവഴി അവർ തിരിച്ച് നമ്മുടെ ചാനലിലേക്കും വരും. അങ്ങനെ നമ്മുടെ ചാനൽ വളരും, അല്ലെ? ഒരുപാട് ആളുകൾ വന്നു ചേരുമ്പോഴല്ലേ നമ്മുടെ ചാനലുകൾ വളരുക. അപ്പൊ പരസ്പരം ക്രിയേറ്റേഴ്സ് തമ്മിൽ ഇങ്ങനൊരു കൂട്ടായ്മയിലും കൂട്ടുകൂടിയൊക്കെ മുന്നോട്ട് പോകണമെങ്കിൽ പരസ്പരം കൂട്ടാക്കണം, പരസ്പരം ഫ്രണ്ട്സ് ആക്കണം. അതിന് നമുക്ക് ഈ ബ്ലൂ ആവശ്യമാണ്.
ഒരു ചാനൽ ക്രിയേറ്ററിനെ, ഒരു യൂട്യൂബറിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു ലൈവിൽ ബ്ലൂ കിട്ടുകയാണെങ്കിൽ നമുക്ക് ആ ലൈവിലുള്ള മറ്റൊരു ചാനലിനെ കാണുമ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ചാനലിൽ കയറിപ്പോയി അവരുടെ വീഡിയോസ് ഒക്കെ കണ്ട് നമുക്ക് അവരെ കൂട്ടാക്കാൻ പറ്റും. അത് എല്ലാ ചാനലുകാരെയും സംബന്ധിച്ചിടത്തോളം ആവശ്യമുള്ള ഒരു കാര്യമാണ്. ചാനൽ വലുതാക്കാൻ ഇങ്ങനെ ഒരുപാട് ആളുകളോട് കൂട്ടുകൂടി പോകേണ്ട ആവശ്യമുണ്ട്. ഇനി അത് ചാനലുകാരുടെ കാര്യം. ഇനി ഐഡികളുടെ കേസിൽ അവർക്ക് എന്തിനാണ് ബ്ലൂ? അവർക്ക് സ്വന്തമായി ചാനൽ ഇല്ലെങ്കിലും അവർക്കും എല്ലാ ചാനലുകളോടും കൂട്ടുകൂടാനുള്ള ആഗ്രഹവും താല്പര്യവും ഒക്കെ ഉണ്ടാവും. അപ്പം അവർക്കും ബ്ലൂ ഉണ്ടെങ്കിൽ രണ്ടുപേർക്കും ഒരേപോലെയാണ്. ഏതൊരു വ്യക്തിക്ക് ഈ ബ്ലൂ കിട്ടിയാലും ആ ലൈവിൽ വരുന്ന ഏതൊരാളെയും തൊട്ട് കഴിഞ്ഞാൽ ആ ആളുടെ ചാനലിൽ കയറിയിട്ട്, ചാനലുള്ള ആളാണെങ്കിൽ ആ ആളുടെ ചാനലിൽ കയറിയിട്ട് ആളെ കൂട്ടാക്കാൻ നമുക്ക് പറ്റും. അപ്പം ഐഡികളെ സംബന്ധിച്ചിടത്തോളം ബ്ലൂ കിട്ടുന്നത് നല്ല കാര്യമാണ്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇങ്ങനെ എല്ലാവർക്കും ബ്ലൂ കൊടുത്ത് പോകുന്ന സമയത്ത്, എല്ലാവർക്കും ബ്ലൂ കൊടുത്തു കഴിഞ്ഞാൽ ബ്ലൂ കിട്ടുന്ന എല്ലാവരും ഒരേ രീതിയിൽ ചിന്തിക്കണം എന്നില്ല. ഞാനൊരു ലൈൻ ചെയ്യുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടും എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ പറയുകയാണ്, നമ്മൾ ഒരാൾക്ക് ബ്ലൂ കൊടുക്കുന്നത് അവരോടുള്ള ഒരു വിശ്വാസം കൊണ്ടാണ്. അവർക്ക് ഇന്നയാളെ കൂട്ടാക്കാനായിട്ട്, പെട്ടെന്ന് കൂട്ടുകൂടാനായിട്ടൊക്കെ അവർക്ക് എളുപ്പമുണ്ടല്ലോ. തൊട്ടങ്ങ് കയറി ഒന്ന് അവരുടെ പേരിൽ തൊടുമ്പോൾ തന്നെ അതിൽ കയറിപ്പോയി പെട്ടെന്ന് കൂട്ടാക്കാം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ കൊടുക്കുക. പക്ഷെ ചില ആളുകൾ ഈ ബ്ലൂ കിട്ടിക്കഴിയുമ്പോൾ അവരതൊരു എന്താ പറയുക, ഒരു പ്രിവിലേജ് ആയിട്ട് എടുത്തുകൊണ്ട് മിസ്യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഈ ചാനലിന്റെ പിന്നിലെ കഷ്ടപ്പാടോ അല്ലെങ്കിൽ നമ്മളിത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ ബുദ്ധിമുട്ടുകളോ ഒന്നും മനസ്സിലാക്കാതെ അവർ ചിലപ്പം അവർക്ക് പേഴ്സണലി ഇഷ്ടമില്ലാത്ത ആളുകളെ ഹൈഡ് ചെയ്യാനോ ടൈം ഔട്ട് ചെയ്യാനോ ഒക്കെ ഇത് എടുക്കും. ലൈവിൽ തന്നെ ടൈം ഔട്ടോ ഹൈഡ് ചെയ്യുവാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. പക്ഷേ നമ്മുടെ ഒരു ലൈവിൽ അത്യാവശ്യം കുറച്ചധികം കമന്റുകളൊക്കെ വരുന്ന ഒരു ലൈവ് ആണെങ്കിൽ ചിലപ്പോൾ ആ ക്രിയേറ്റർ കമന്റുകൾ വായിച്ചു വരുമ്പോഴത്തേക്കും ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ടാവും. നമ്മൾ ചിലപ്പം അറിയണം എന്നില്ല. ചിലപ്പോൾ മറ്റുള്ള മോഡറേറ്റേഴ്സും ഇത് ശ്രദ്ധിക്കണം എന്നില്ല. കാരണം തിരക്കുള്ളപ്പോൾ അത് ശ്രദ്ധിക്കാതെ പോകുന്ന സാഹചര്യങ്ങളും ഉണ്ടാവും. എല്ലാവരും ചെയ്യുമെന്നല്ല കേട്ടോ. ചിലപ്പം ഒരു 99 പേര് അല്ലെങ്കിൽ 100 പേരുണ്ടെങ്കിൽ അതിൽ ഒരാളായിരിക്കും ചിലപ്പം അങ്ങനെ ചെയ്യുക. അപ്പൊ നമുക്ക് അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ലൈവിൽ വരുന്ന ആളുകൾക്ക് നമ്മളോട് ഒരു പിണക്കവും ഇല്ലാത്ത ആളുകളൊക്കെ നമ്മൾ ചില സമയത്ത് നോക്കുമ്പോൾ ഹൈഡ് ലിസ്റ്റിലുണ്ട്. അല്ലെങ്കിൽ ഇവർ ഏതെങ്കിലും രീതിയിൽ ഇൻസ്റ്റഗ്രാമിൽ കൂടിയോ വാട്സാപ്പിൽ കൂടിയോ ഒക്കെ നമ്മളെ കണക്ട് ചെയ്ത് മോളെ ഇങ്ങനൊരു കാര്യമുണ്ട്, നിന്റെ ചാനലിൽ കയറാൻ പറ്റുന്നില്ല, ഹൈഡായി പോയിട്ടുണ്ടെന്നൊക്കെ മറ്റുള്ള ചാനലുകൾ പറയുമ്പോൾ നമ്മൾ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ കയറി ഹൈഡ് ലിസ്റ്റിൽ നോക്കുമ്പോഴായിരിക്കും മേ ബി അവരവിടെ ഹൈഡായി കിടക്കുന്നത് കാണുന്നത്. അപ്പോൾ നമ്മൾ പറയുന്നത് എല്ലാം എല്ലാവരും ഉൾക്കൊള്ളണം എന്നില്ല. ഇതെല്ലാം ഓരോരുത്തരുടെ വ്യക്തിപരമായ ചോയ്സ് ആണ്. നിങ്ങൾ എങ്ങനെ ബ്ലൂ കൊടുക്കണം, എത്ര പേർക്ക് കൊടുക്കണം, എത്ര കാലം കൊടുക്കണം എന്നുള്ളതൊക്കെ. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുന്ന ഒരു കാര്യം, ഒരു ലൈവ് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ലൈവിൽ സ്ഥിരമായിട്ട് വരുന്ന ആളുകൾ അവർക്ക് നിങ്ങൾ ബ്ലൂ കൊടുക്കുക. ചാനലുകാർക്ക് നിങ്ങൾ ബ്ലൂ കൊടുത്തോളൂ. അത് അവർക്ക് ഒക്കെ പരസ്പരം ചാനലുകൾ വളർത്താനൊക്കെ ഈ ബ്ലൂ കൊടുക്കേണ്ടത് ആവശ്യമാണ്. അപ്പം ആ ചാനൽ വരുമ്പോൾ ബ്ലൂ കൊടുക്കുന്നു, അവർ പോയി കഴിയുമ്പോൾ അവർ ആ ബ്ലൂ നമ്മളെ തിരിച്ചേൽപ്പിച്ചിട്ട് പോകുന്നു. ആ ഒരു സ്ട്രക്ചർ നമ്മൾ ഫോളോ ചെയ്യുവാണെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നം നമുക്ക് ഒരു പരിധി വരെ ഒഴിവാക്കാൻ പറ്റും. കാരണം കാലാകാലങ്ങൾ ആ ബ്ലൂ അവിടെ സ്ഥിരമായിട്ട് നമുക്ക് അവിടെ കിടക്കേണ്ട കാര്യമില്ല. നമ്മൾ എപ്പോഴൊക്കെയാണോ ഈ ബ്ലൂ ശരിക്കും എന്തിനാണ്, നമുക്ക് എന്തിനാണ് ബ്ലൂ തരുന്നത്? നമ്മൾ അവരെ പോയി സപ്പോർട്ട് ചെയ്യാനും ആ ചാനലിൽ ഏതെങ്കിലും രീതിയിൽ നമുക്കൊരു സപ്പോർട്ട് കൊടുക്കാനല്ലേ അവർ ബ്ലൂ തരിക. അപ്പൊ നമ്മൾ ആ ലൈവിലുള്ള സമയത്തല്ലേ നമുക്ക് ആ ബ്ലൂവിന്റെ ആവശ്യമുള്ളൂ. ഇനി ഐഡിയുടെ കാര്യങ്ങളിലാണെങ്കിൽ ഐഡിക്ക് ബ്ലൂ കൊടുക്കണോ വേണ്ടോ എന്നുള്ളത് തികച്ചും നിങ്ങളുടെ വ്യക്തിപരമായ ചോയ്സ് ആണ്. ഞാനിപ്പം എന്റെ ചാനലിൽ എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് ഒരു പരിചയമില്ലാത്ത ഐഡികൾക്ക്, നമുക്ക് പേഴ്സണലി അറിയാത്ത ഐഡികൾക്ക് ബ്ലൂ കൊടുക്കേണ്ട എന്ന തീരുമാനമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് എന്റെ വ്യക്തിപരമായ ചോയ്സ് ആണ്. നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. കാരണം നമ്മുടെ ലൈവിൽ കണ്ടിന്യൂസ് ആയിട്ട് കാലങ്ങളായിട്ട് ത്രൂ ഔട്ട് നിൽക്കുന്ന ഐഡികൾക്ക് നമുക്ക് ബ്ലൂ കൊടുത്താൽ പ്രശ്നം ഉണ്ടാവില്ല. കാരണം അവർ ഏകദേശം എങ്ങനെയാണ് പെരുമാറുന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. അല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം 1-2 ദിവസം കൊണ്ടുള്ള പരിചയം കൊണ്ട് മാത്രം നമ്മൾ അവർക്ക് ബ്ലൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ വരുന്ന എന്താ പറയുക നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾക്ക് നമുക്ക് ആരെയും പഴി പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. അത് നമ്മൾ അറിയാതെയോ നമ്മുടെ സൈഡിൽ നിന്ന് വരുന്ന അശ്രദ്ധയായിട്ട് മാത്രമേ നമുക്കത് കണക്കാക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ഒരാൾക്ക് ബ്ലൂ കൊടുത്തില്ലെങ്കിൽ ആ ആളുകൾ വീണ്ടും ലൈവിൽ വരാതിരിക്കുക, അല്ലെങ്കിൽ ബ്ലൂ കൊടുക്കാത്തതിന്റെ പേരിൽ പിണക്കങ്ങൾ ഉണ്ടാവുക, അന്ന് ഞാൻ ആ ചാനലിൽ പോയി സപ്പോർട്ട് ചെയ്യുന്നില്ല, ആ ചാനലിലെ ഐഡികൾക്ക് ബ്ലൂ കൊടുക്കുന്നില്ല, അപ്പൊ സപ്പോർട്ട് ചെയ്തിട്ട് എന്തിനാ, അങ്ങനെയൊക്കെ പറയുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളോട് സിൻസിയർ ആയിട്ട് ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ, നിങ്ങളോട് കുറച്ചെങ്കിലും ആത്മാർത്ഥതയുള്ള ആളുകളാണെങ്കിൽ ഈ ബ്ലൂവിൽ ഒരു കാര്യവും ഇല്ല. ബ്ലൂ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളുടെ ലൈവ് കാണുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഷോർട്സ് കാണുന്ന സമയത്ത്, നിങ്ങളുടെ ഒരു വീഡിയോ കാണുന്ന സമയത്ത് അവർ നമ്മുടെ ചാനലിൽ കയറി നമ്മളെ സപ്പോർട്ട് ചെയ്യും. മനസ്സിലായോ?
ഇപ്പം നമുക്കൊക്കെ ബ്ലൂ കിട്ടിയിട്ടാണോ നമ്മൾ എല്ലാ ചാനലിലും പോയി സപ്പോർട്ട് ചെയ്യുന്നത്? അല്ല, നമുക്ക് എല്ലാവർക്കും എല്ലായ്പ്പോഴും എല്ലാ ലൈവിൽ പോയിരിക്കാനോ എല്ലാ വീഡിയോസും കാണാനോ പറ്റുമെന്ന് വരില്ല. കാരണം പലപ്പോഴും ഞാൻ ഉൾപ്പെടെയുള്ള വീട്ടമ്മമാര് സൈഡിൽ കൂടെ വർക്ക് ചെയ്യുന്നവരുണ്ടാവും, വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നവരുണ്ടാവും, കുഞ്ഞു മക്കളുണ്ടെങ്കിൽ അവരെ ടേക്ക് കെയർ ചെയ്യുന്നവരുണ്ടാവും. അതൊക്കെ നമ്മൾ ചെയ്യാനുള്ള വർക്കുകളൊക്കെ നമുക്ക് കുടുംബത്തിന്റെ നമ്മുടെ ലൈഫിൻ്റെതായ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ചെയ്ത് തീർത്ത ശേഷം മെയിൻ ടൈമിൽ നമ്മുടെ സ്വന്തം ചാനൽ നോക്കി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്ക് സപ്പോർട്ടും കൊടുത്തിട്ടാണ് നമ്മൾ എല്ലാ ലൈവുകളിലും വീഡിയോസിലും ഒക്കെ നമ്മൾ പോകുന്നതും കാണുന്നതും കമന്റ് ചെയ്യുന്നതും ഒക്കെ. അപ്പം അങ്ങനെയുള്ള സമയത്ത് അത് അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ഹെൽത്തി ആയിട്ടുള്ള രീതിയിലൊരു ക്രിയേറ്റേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്സ് ബിൽഡ് ചെയ്ത് പോകാനും ആത്മാർത്ഥതയോടെ സപ്പോർട്ട് കൊടുത്തു പോകാനും നമുക്ക് എല്ലാവർക്കും സാധിക്കും. ഓക്കെ, അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വൺസ് അഗൈൻ ഞാൻ പറയുവാണ്. നിങ്ങൾക്ക് ബ്ലൂ ആർക്ക് കൊടുക്കണം വേണ്ട എന്നുള്ളത് നിങ്ങളുടെ മാത്രം ചോയ്സ് ആണ്. ഓക്കെ, ബ്ലൂ എങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരാളെ എങ്ങനെയാണ് മോഡറേറ്റർ ആക്കാൻ പറ്റുന്നത്? ഒരാൾ നമ്മുടെ ലൈവിൽ വരുന്ന സമയത്ത് അയാളുടെ പേരിന്റെ അവിടെ ഒന്ന് ലോങ് പ്രസ് ചെയ്യുക, ഒന്ന് മുറുക്കെ ഞെക്കി പിടിക്കുക. അപ്പൊ നമുക്ക് അവിടെ ആഡ് ആസ് മോഡറേറ്റർ കുറെ ഓപ്ഷൻസ് അവിടെ വരും. അതിനകത്ത് ആഡ് ആസ് മോഡറേറ്റർ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ 2 ഓപ്ഷൻസ് ഉണ്ടാവും, ആസ് മാനേജിംഗ് മോഡറേറ്ററും ആസ് സ്റ്റാൻഡേർഡ് മോഡറേറ്ററും. ആ സ്റ്റാൻഡേർഡ് മോഡറേറ്റർ കൊടുക്കേണ്ട കാര്യമേ ഉള്ളൂ, രണ്ടാമത്തെ ഓപ്ഷൻ കേട്ടോ. സ്റ്റാൻഡേർഡ് മോഡറേറ്റർ കൊടുക്കേണ്ട കാര്യമേ ഉള്ളൂ. അപ്പം അത് കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾക്ക് ആ മോഡറേറ്റർ പദവി കിട്ടുകയാണ്. പിന്നെ ഈ മോഡറേറ്റേഴ്സിനെ എങ്ങനെ റിമൂവ് ചെയ്യാം? നമുക്ക് ലാപ്ടോപ്പിൽ കൂടെ ആണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് ഫോണിൽ കൂടെ ആണെങ്കിലും ഇത് റിമൂവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഒരുപാട് ആളുകളുടെ കയ്യിലുള്ളത് ഫോണാണ്. അപ്പം ഏറ്റവും അധികം ആളുകൾക്ക് അറിയേണ്ടത് മൊബൈൽ ഫോണിൽ കൂടെ എങ്ങനെ നമ്മൾ ഓൾറെഡി ബ്ലൂ കൊടുത്തു വെച്ചിരിക്കുന്ന ഒരാളെ അല്ലെങ്കിൽ ഒരു മോഡറേറ്ററിനെ റിമൂവ് ചെയ്ത് മാറ്റാം എന്നുള്ളതാണ്. അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഇങ്ങനെ പറഞ്ഞു തന്നാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. ഞാൻ ഇവിടെ തന്നെ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് തരാം. അത് ബ്ലൂ കൊടുക്കുന്നതും കൊടുക്കാത്തതും ഒക്കെ നിങ്ങളുടെ വ്യക്തിപരമായ ഇഷ്ടമാണ്. പക്ഷേ നമ്മളില്ലാത്ത സമയം ഉണ്ടാക്കി കഷ്ടപ്പെട്ട് നമ്മളൊരു യൂട്യൂബ് ചാനൽ മുൻപോട്ട് കൊണ്ടുപോകുന്നത് ഒരുപാട് സ്വപ്നങ്ങളുടെയും ലക്ഷ്യങ്ങളുടെയും പുറത്തായിരിക്കും. നമ്മുടെ കഷ്ടപ്പാടും നമ്മുടെ വേർപ്പും അല്ലെങ്കിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങളും നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് മാത്രമേ അറിയൂ. അല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കണ്ടുപോകുന്ന ഒരു കാഴ്ചവസ്തു പോലെയാവും പലപ്പോഴും. ഈ ഒരു അവസരത്തിൽ ഞാൻ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. മഞ്ഞുപോലൊരു ഫാമിലിയിൽ കാലാകാലങ്ങളായിട്ട് മോഡറേറ്റേഴ്സ് ആയിട്ട് നിൽക്കുന്ന 4-5 ആളുകളുണ്ട്. ആ ആളുകളോട് ഒരുപാട് നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുകയാണ്. കാരണം നമ്മുടെ മോഡറേറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഐഡന്റിറ്റി കൂടിയാണ്. കാരണം നമ്മുടെ ചാനലിൽ നമ്മൾ എത്ര നന്നായി ബിഹേവ് ചെയ്ത് നമ്മൾ എത്ര നല്ല രീതിയിൽ ഒരു കൂട്ടായ്മയെ മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കിയാലും ചിലപ്പോൾ നമ്മുടെ ചാനലിൽ ലൈവിന്റെ ഒക്കെ സമയത്ത് ഒരുപാട് തിരക്കുകളുള്ള സമയത്ത് നമ്മൾ കമന്റുകളൊക്കെ വായിച്ചു പോകുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ വായിച്ച് താഴെ എത്താൻ ലേറ്റ് ആവും. അപ്പൊ പുതുതായിട്ട് കടന്നു വരുന്ന ആളുകളെ വെൽക്കം ചെയ്യുന്നതും അല്ലെങ്കിൽ അവരോട് മറുപടി കൊടുക്കുന്നതും എല്ലാം എന്താ പറയുക, നമ്മുടെ ചാനലിന്റെ ഒരു ഐഡന്റിറ്റി എന്നൊരു രീതിയിൽ അല്ലെങ്കിൽ ഒരു മുഖമുദ്ര എന്നുള്ള രീതിയിൽ പെരുമാറുന്നതൊക്കെ നമ്മുടെ മോഡറേറ്റേഴ്സ് ആണ്. നമ്മളൊരു ലൈവിൽ ചെന്ന് കയറി കഴിയുമ്പോൾ നമ്മുടെ പെരുമാറ്റം കൊണ്ട് മാത്രമല്ല അവിടെയുള്ള മോഡറേറ്റേഴ്സിന്റെ പെരുമാറ്റം കൊണ്ടും അവിടെ പിന്നീട് വരണോ വേണ്ടയോ എന്നൊക്കെ ആളുകൾ തീരുമാനിക്കും. കാരണം എനിക്കും പലപ്പോഴും പല ലൈവിൽ ചെല്ലുമ്പോൾ ക്രിയേറ്റർ വളരെ പൊളൈറ്റ് ആയിരിക്കും, വളരെ സ്നേഹമായിരിക്കും. പക്ഷെ ചില മോഡറേറ്റേഴ്സിന്റെ ബിഹേവിയർ കൊണ്ട് ഇനി നമുക്കിവിടെ വീണ്ടും കയറണോ വേണ്ടയോ എന്ന് രണ്ടാമതൊന്നും ചിന്തിക്കേണ്ട സാഹചര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കും അത് ക്രിയേറ്ററിന്റെ കുഴപ്പമല്ലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ മോഡറേറ്റേഴ്സിന്റെ കാര്യത്തിൽ എപ്പോഴും അലർട്ട് ആവുക. വൺസ് അഗൈൻ ഞാൻ പറയുന്നു, മഞ്ഞുപോലൊരു ഫാമിലിയിലെ ഉള്ള മോഡറേറ്റേഴ്സ് വളരെയധികം ഒരു പുണ്യം തന്നെയാണ്. അത് നമുക്ക് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട്, മറ്റുള്ള ആളുകൾ മറ്റുള്ള ക്രിയേറ്റേഴ്സ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്കുള്ള ഒരു ഡെഡിക്കേഷൻ കൂടിയായിട്ട് ഞാനത് ചെയ്യുകയാണ്. മഞ്ഞുപോലൊരു ഫാമിലിയിലുള്ള പെർമനന്റ് മോഡറേറ്റേഴ്സ് ആയിട്ടുള്ള ഐഡിയകളോട് ഒരുപാട് സ്നേഹം. ഓക്കെ.